നമ്മൾ എവിടെ പോയിട്ടാ എന്തിന് ആ അതിന് പോയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ നേരത്തെ എടുക്കാൻ പറ്റില്ല. ഓക്കെ ടാറ്റാ. അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്ത് മൈസൂർ പാക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോകുമ്പോഴാണ് ഇതൊക്കെ കിട്ടുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വന്നപ്പം അനിയന്മാർ അവർ പുതിയ ഡോഗിനെ കൊണ്ടുവന്ന്. നേരത്തെ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഷാഡോ ഭയങ്കര പാവമായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെ ഡോഗൊന്നും ഇല്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഇത് വീഡിയോ എടുക്കണ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. അപ്പോൾ കുറച്ചൊന്ന് ഞാൻ ബാക്കിലോട്ടൊക്കെ പോയി പേടിച്ച് പേടിച്ച് വന്ന്. പിന്നെ ഓക്കെ കേട്ടോ. അതിനുശേഷം ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ എനിക്ക് കുളിച്ച് റെഡിയായി കോവിലിൽ പോയി. അപ്പോൾ നമ്മൾ പോയപ്പോൾ കുറച്ചധികം ലേറ്റായി. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ടൊന്നും സീറ്റ് കിട്ടില്ല, ബാക്കിലാണ് നിന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നേരത്തെ പോയിട്ട് നമുക്ക് ഫ്രണ്ടിലാണ് ഇരുന്നത്. പക്ഷേ അതൊരു 2-3 മണിക്കൂർ അടുപ്പിച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരിക്കാൻ പറ്റൂല. ഇരിക്കുമ്പം കാലൊക്കെ ഒരുമാതിരി മരവിച്ച് മസിലൊക്കെ പിടിച്ച് കുറച്ച് പാടായിരുന്നു. കാലവിടെ നീട്ടി വെക്കാനും പറ്റൂല, ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ ഏറ്റവും ബാക്കിലായി പോയി. പിന്നെ നമ്മൾ സൈഡിൽ വന്ന് സീറ്റ് ഇല്ലായിരുന്നു. പിന്നെ എവിടേക്കോ നോക്കി ഇങ്ങനെ കസേരയൊക്കെ കിട്ടി ഇങ്ങനെ കയറിയിരുന്നു. അപ്പോഴത്തേക്കും താലി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തൊട്ട് ഇങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോണ് തറയിലിട്ട് തൊട്ട് എഴുതും. അപ്പോൾ 3 ജോഡികളാണ് ഉണ്ടായിരുന്നത്. അപ്പം പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് നവദമ്പതികളെ പിടിച്ചിട്ട് അവരെ വീണ്ടും കല്യാണം കഴിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ മുരുകൻ്റെ കല്യാണം എന്താണ്, ഇന്നലെ സൂര്യനെ കൊന്നില്ലേ, അപ്പോൾ ഇന്ന് കല്യാണം അങ്ങനെയാണ്. അങ്ങനെ 3 ജോഡികളും അവരുടെ താലി കൊണ്ടുവന്ന് എല്ലാവർക്കും ഇങ്ങനെ തൊട്ട് ഇങ്ങനെ തൊഴാൻ വേണ്ടി തന്നു. അങ്ങനെ തൊഴുതു. അതിനുശേഷം പൂ തന്നു. നമ്മൾ ഈ കല്യാണത്തിന് ഇങ്ങനെ അർച്ചന ഇങ്ങനെ എറിയില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാ എങ്ങനെയാണോ കല്യാണം അതേപോലെ സെയിം ഇതായിരുന്നു. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂ എറിയുക. പക്ഷെ എപ്പോഴും കിട്ടൂല, വല്ലപ്പോഴൊക്കെയാണ് കിട്ടുന്നത്. ഇത് ഇപ്പം ഈ ഇടയ്ക്കൊന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. മുമ്പൊക്കെ ആണെങ്കിലും കിട്ടിയാലും നമ്മൾ എറിയുമ്പോൾ ഫ്രണ്ട് ഇരിക്കുന്നത് അവരെ തലയിലല്ലേ വീഴും. അതേപോലെ തന്നെയാണ് ഇപ്പോഴും. ഈ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല മണമാണ്. മാമിയുടെ കല്യാണത്തിന് ഹാരത്തിന് ഈ പൂവായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയതിൽ ഞാൻ കുറേ വാരി എടുത്ത് കുറച്ച് അമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ കൊടുത്തു പോവും. പിന്നെ ഒരു കസാര എവിടെ നോക്കും ശശിലമ്മ എടുത്തിട്ട് വരികയാണ്. അങ്ങനെ അതിലിരുന്ന് അപ്പോഴത്തേക്ക് അവിടെ കല്യാണം കെട്ട് നടക്കുകയാണ്. അങ്ങനെ പൂവൊക്കെ എറിഞ്ഞ് പിന്നെ 2 പൂജാരിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരം ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിച്ച് മാറ്റിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇത് ആദ്യമായിട്ടുണ്ട്. സൂപ്പറല്ലേ. അപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ ഇല്ലല്ലോ. അവിടെ പോകുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. ഇനി അടുത്ത വർഷം അത് പോകാൻ പറ്റൂലേ നമുക്ക് അറിഞ്ഞിട്ടില്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ അഗ്നി ഇങ്ങനെ വലം വെക്കൂലേ, അതേപോലെ അവർ രണ്ടുപേരും അങ്ങനെ ചെയ്യാണ്. കറക്റ്റ് എങ്ങനെയാണോ കല്യാണം അതേ പ്രൊസീജിയറാണ്. അപ്പോൾ അവിടെ ഇരുന്ന 3 ദമ്പതിമാരും വീണ്ടും ഇങ്ങനെ താലിയൊക്കെ കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ പൈസയൊക്കെ ഇട്ട് കൊടുത്തു, അല്ലാതെ പൈസ കൊടുത്തു. പിന്നെ അങ്ങനെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയാണോ കല്യാണത്തിന് അതേപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ എല്ലാവരും സീറ്റ് പിടിച്ചിരിക്കുകയാണ്. പിന്നെ താലി കിട്ടി. കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടി കേട്ടോ. സത്യം ഞാൻ കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമാണ് ഞാൻ പോയിരുന്നത്. അങ്ങനെ പിന്നെ 2 അമ്മമാരുടെ ഇടയിൽ ഇരുന്ന് കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോഴത്തേക്ക് ശശിലമ്മ മിന്നുവിനെ വിളിക്കാൻ പോയിട്ട് മിന്നു എൻ്റെ അടുത്തായി, ശശിലമ്മ ദൂരെയായി പോയി. അങ്ങനെ പാവം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടി. അപ്പോൾ ചോറ് കുറച്ച് ഇതായിരുന്നു, ബാക്കി കറികളൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. ആദ്യം അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ അത്ര ഒരു ഇതായിരുന്നില്ല. പിന്നെ ഇപ്പം ഇഷ്ടമുണ്ട് കേട്ടോ, നല്ല രസമാണ്. എന്നിട്ട് എൻ്റെ അനിയൻ്റെ ഇലയിൽ നോക്കിയപ്പോൾ അവൻ്റെ കൂട്ടാനൊക്കെ തീർന്നു. ചോറ് പറഞ്ഞപ്പോൾ അതൊക്കെ അവൻ തീർത്ത്. പിന്നെ പായസവും ബൂന്തിയും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു കിടന്നുറങ്ങിയപ്പോൾ അത്രയുള്ളൊക്കെ പോയി.